കഴിഞ്ഞ 17 വർഷക്കാലമായി ആലപ്പുഴ ജനതയെ ഒന്നടങ്കം പറ്റിച്ചുകൊണ്ടിരിക്കുന്ന EMS സ്റ്റേഡിയം എന്ന യാഥാർത്ഥ്യമാകാത്ത സ്വപ്നം അതൊരു കൊള്ള സംഘത്തിന്റെ കയ്യിലാണ്. ആ കൊള്ള സംഘത്തിന്റെ തലവൻ ആരായിരിക്കും എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? എനിക്കറിയില്ല. അതിലേക്കുള്ള യാത്രയിലാണ്. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിന് ആ നിൽക്കുന്ന പ്രദേശത്തിന്റെ ഇവർ 6 സെന്റെന്നും 7 സെന്റെന്നും 10 സെന്റ് എന്നൊക്കെ പറയുന്ന ആ പ്രദേശത്തിന് സ്റ്റേഡിയം എന്നൊന്നും വാക്ക് പ്രയോഗിക്കാനേ പാടില്ല. ആ സ്ഥലത്തിന് എത്ര ആധാരങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 15 ആധാരങ്ങളുണ്ട് എന്നാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ കാണിച്ചിരിക്കുന്നത്. ഈ 15 ആധാരത്തിൽ നിലവിൽ എത്ര ആധാരങ്ങൾ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ട് എന്ന് പരിശോധിക്കുവാൻ ആലപ്പുഴ മുനിസിപ്പൽ അധികൃതരോ ആലപ്പുഴ മുനിസിപ്പൽ വൈസ് ചെയർമാനോ ഒരവസരം നൽകിയാൽ നന്നായിരുന്നു. 15 ആധാരങ്ങൾ അടങ്ങുന്ന സ്റ്റേഡിയം വസ്തു വിവരങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. ഈ വിവരങ്ങളിലൂടെ കണ്ണോടിച്ചു പോകുമ്പോഴാണ് ഒരു രസകരമായിട്ടുള്ള, അല്ലെങ്കിൽ രസകരമൊന്നൊന്നും അല്ല അതിനെ പറയേണ്ടത്, അതിനെ പറയേണ്ട വാക്ക് എന്താണെന്ന് നിങ്ങൾ തന്നെ പറയണം. ഒരു ആധാര നമ്പർ 1304, വർഷം 1996. അതായത് ആലപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 1304/1996 എന്ന ആധാരം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഈ ആധാരത്തിന് വളരെ സവിശേഷതകളുള്ള ഒരു ആധാരമാണ്. അതിലേക്ക് വരാം. ഇങ്ങനൊരു സംശയം തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 1304 നമ്പർ ആധാരത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇതാണ് ആ ആധാരത്തിന്റെ പകർപ്പ്. സാധാരണഗതിയിൽ നമ്മൾ ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇവിടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന രജിസ്റ്റർ ഓഫീസിന്റെ സീലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ പകർപ്പെടുക്കാൻ ചെന്നാലും ആ സീൽ ഉൾപ്പെടെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഈ ആധാരത്തിൽ അതൊന്നും തന്നെ ഇല്ല. മാത്രവുമല്ല, ഈ സാക്ഷികൾ ഒപ്പിടുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മളെ കൈ പിടിച്ചാണ് അവിടെ വെപ്പിക്കുന്നത്. ഈ സാക്ഷികളുടെ ഭാഗവും ഒക്കെ അവിടെ ബ്ലാങ്ക് ആണ്. അതുകൊണ്ടാണ് ഈ ആധാരത്തിന് പിന്നാലെ സഞ്ചരിക്കുവാൻ തോന്നിയത്. 1304/1996 എന്ന ആധാരത്തിന്റെ പകർപ്പ് ആലപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസിൽ ചോദിക്കുകയുണ്ടായി. അവിടെയാണ് രസം തുടങ്ങുന്നത്. ആലപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും എനിക്ക് കിട്ടിയ ആധാരം അതിതാണ്. ആ സീലും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. പക്ഷേ സ്റ്റേഡിയം മാനേജ്മെന്റ് കമ്മിറ്റി എന്ന പേരിൽ ആലപ്പുഴ നഗരസഭയിൽ ഇരിക്കുന്ന ആധാരമല്ല 1304/1996. അത് മറ്റാരുടെയോ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, മറ്റാരുടെയോ പേരിലുള്ള ഒരു ആധാരമാണ്. സത്യത്തിൽ ഏതാണ് വ്യാജ ആധാരം? നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും, ആലപ്പുഴ നഗരസഭ വ്യാജമായി ചമച്ചതാണ് ഈ 1304/1996 എന്ന ആധാരം. അതും പോട്ടെ, ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത് സ്റ്റേഡിയം മാനേജ്മെന്റ് കമ്മിറ്റി എന്ന കമ്മിറ്റിക്ക് വേണ്ടി ആലപ്പുഴ ജില്ലാ കളക്ടറാണ്. എനിക്ക് കിട്ടിയ വിവരാവകാശ പ്രകാരം എനിക്ക് ലഭിച്ച മറുപടിയിൽ സ്റ്റേഡിയം മാനേജ്മെന്റ് കമ്മിറ്റി എന്ന ഒരു കമ്മിറ്റി ആലപ്പുഴ ജില്ലയിൽ നാളിതുവരെ ഫോം ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ കളക്ടർ എങ്ങനെ അതിന്റെ ഭാരവാഹിയായിട്ട് വരും? ആ കളക്ടർ, അന്ന് ഒപ്പിട്ടിരിക്കുന്ന കളക്ടർ 10/9/1998 എന്ന തീയതിയാണ് ഇവത്തി കാണിച്ചിരിക്കുന്നത്. ആധാരം എഴുതിയിരിക്കുന്നത് 26/7/1996. ഈ ഡേറ്റുകളൊന്നും ശരിയായി വരുന്നില്ലല്ലോ. ഒപ്പിട്ടിരുന്ന കളക്ടറുടെ പേര് ഛത്രപതി ശിവജി. 10/9/98 സുഹൃത്തുക്കളെ, ഛത്രപതി ശിവജി ആലപ്പുഴയുടെ കളക്ടറല്ല. അതും വിവരാവകാശ പ്രകാരം ലഭിച്ചിട്ടുണ്ട്. ഒരു 18 കോടി രൂപ മോഷ്ടിക്കുന്നതിന്, കളവ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ കൊള്ളയടിക്കുന്നതിന് ഇത്തരത്തിൽ വ്യാജ ആധാരം സൃഷ്ടിച്ചിട്ട് കൂടിയാണ് ആലപ്പുഴ ജനതയെ, അല്ലെങ്കിൽ കേരള ജനതയെ ഒന്നടങ്കം വഞ്ചിച്ചിട്ടുള്ള ഈ സ്റ്റേഡിയം, EMS സ്റ്റേഡിയം അഴിമതി ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ കേസ് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുകയാണ്. എന്തായാലും ഇതൊരു ചെറിയ അഴിമതിയല്ല. ഇതിനകത്ത് രാഷ്ട്രീയ ഭേദമന്യേ സാധാരണ ജനങ്ങൾ, ഇവിടുത്തെ പൊതുജനങ്ങൾ ഇടപെടണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ രേഖകൾ പരിശോധിക്കാനായിട്ട് ഞാൻ ആലപ്പുഴ നഗരസഭയിൽ ഇതിന്റെ ചാർജുള്ള നഗരസഭയുടെ വൈസ് ചെയർമാനോട് ഒരു അപേക്ഷ വെക്കുന്നുണ്ട്. കൂടാതെ ഈ വിവരങ്ങൾ കാണിച്ച് മുൻ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന സഖാവ് G. സുധാകരന്റെ മുന്നിലും ഒരു പരാതിയുമായി പോകുന്നുണ്ട്. ഈ അഴിമതിയുടെ, ഈ കൊള്ളയുടെ ചുരുളഴിയണം എന്നത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളൊപ്പം കാണുമെന്ന് ഞാൻ കരുതുന്നു.